ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചെന്നൈയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി എന്ന് പറഞ്ഞല്ലോ. മെട്രോയിൽ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ വേറൊരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മോളുണ്ട്. അപ്പോൾ അനിയൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള മോളാണെന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഇവിടെ ദീപാവലിയുടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതവർ മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെയും കണ്ടു. ഞങ്ങൾ മോളിനകത്ത് കയറി. ഇത് കുറച്ച് ഐറ്റംസൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി, വാങ്ങിയൊന്നുമില്ല. വാങ്ങിയത് തന്നെ കൊണ്ടുപോകാനൊന്നും പറ്റുമെന്നില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അഫോർഡബിൾ ആണെന്ന് തോന്നി. കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആയാലും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് അഫോർഡബിളായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു അത്. അതിനകത്തുനിന്ന് വേറെ പഴം വാങ്ങി. ഞങ്ങൾ പഴവും വാങ്ങി. പിന്നെ മോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങി. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. അപ്പോൾ അനിയന് റോളോ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആയിരുന്നു. ഇവിടെ ഏതാണ്ട് ഗെയിമോ മറ്റെങ്ങാണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൻ അവിടെ പോകാൻ കുറേ ബഹളം ഉണ്ടാക്കി. പക്ഷേ സമയമൊന്നും ഇല്ല. പിന്നെ അതിൽ കയറണമെങ്കിൽ കാശും കൊടുക്കണമായിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ചിക്കിങ്ങിലാണ് വന്നത്. അപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ബർഗർ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തു. ഇതെന്തുവാ, വാഫിലുണ്ടല്ലോ, അത് ഓർഡർ ചെയ്തു. അത് 49 രൂപയുടെ വാഫിൽ. അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിക്കനിൽ നിന്ന് ഞങ്ങൾ ബർഗറും ഒരു റോളുമാണ് ഓർഡർ ചെയ്തത്. അതിപ്പോൾ കണ്ടപ്പോഴാണ് ഓർത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വാഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും 49 രൂപയ്ക്കുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ചോക്ലേറ്റൊക്കെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കഴിച്ച് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തൊരു ഷോപ്പിൽ കയറി. ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ഊണ് പറഞ്ഞു. 2 ഊണ് വെച്ച് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ 2 ഊണിൽ ഒരു ഊണ് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് താഴെ പോയി. പിന്നെ ഡ്രസ്സിലൊക്കെ ചെറുതായിട്ടൊക്കെ ആയി. പിന്നെ അത് കഴുകി, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ ബസ് കയറി ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള മറീന ബീച്ചുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവാണ്. കഴിഞ്ഞ വട്ടം ഞാൻ ചെന്നൈയിലോട്ട് വന്ന സമയത്ത് എനിക്ക് മറീന ബീച്ചിൽ അങ്ങ് വെള്ളത്തിലോട്ടൊന്നും പോകാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് അവിടെ ഇരുന്നുള്ളൂ, വെള്ളമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇത്തവണ വന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് വെള്ളം. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കടലിങ്ങനെ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു വഴിയുണ്ടല്ലോ, ആ കുഞ്ഞു വഴി, അതുവഴിയാണ് നമ്മളന്ന് മറീന ബീച്ചിൽ വന്ന സമയത്ത് മോനെയും കൊണ്ട് ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ആ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പം വന്നിട്ട് തന്നെ 2 വർഷം കഴിയുന്നു ഇവിടെ. അന്ന് മറീന ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുന്നുണ്ട്. ഇവിടുത്തെ കുറേ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അന്ന് വന്നപ്പോഴും ഇങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഫുൾ മണലായിരുന്നു. പിന്നെ ഇതേ കച്ചവടത്തിൻ്റെ സ്റ്റോളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇടവിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പോവാണ്. അവൻ്റെ കയ്യിൽ വെച്ചേക്കുന്നത് ഈ മണലിൽ കളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, കളിപ്പാട്ടം, മണലിൽ കോരി ഒക്കെ ഇട്ട് കളിക്കുന്നത്. അതാണ് അവൻ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കടലിലൊക്കെ പോകുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അവനെ അവിടെ കളിക്കാനായിട്ട് ഇതേ ഇവിടെ ഇരുത്തിയിട്ട് ഞാനും അച്ഛനും കടലിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെള്ളമൊക്കെ നനച്ച് ഇങ്ങനെ കളിക്കാനായിട്ട് പോയി. അപ്പോൾ അനിയനും മമ്മിയും മോനും കൂടി ഇവിടെ മണലിൽ കളിക്കാനായിട്ട് അവൻ്റെ കൂടെ കൂട്ടിരിക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ ഞാനും അച്ഛനും കൂടി കടലിലേക്ക് ഇങ്ങനെ പോവാണ്. കടലിലിറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടോ. എനിക്ക് അച്ഛനും കടലിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. മോന് പേടിയാണ്. ചെറുതിലൊക്കെ ഇറങ്ങുമായിരുന്നു, എന്തോ വളർന്നതിന് ശേഷം പേടിയാണ്. പിന്നെ മമ്മിയും അത് കണക്കന്നെ, എൻ്റെ അനിയനും അത് കണക്കന്നെ കടലിലൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. അങ്ങനെ മറീന ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് പോവാണ്. ആദ്യമായിട്ടാണ് നമുക്ക് 0 റുപ്പീസ്, അതായത് പെണ്ണുങ്ങൾക്ക് 0 റുപ്പീസാണ് ഇവിടെ. ടിക്കറ്റ് ഇല്ല, ബാക്കി ആൺപിള്ളേർക്ക് ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ അനിയനും അച്ഛനും കൂടി 16 രൂപയും, ഞങ്ങൾക്ക് പൈസ ഇല്ല, എനിക്കും മമ്മിക്കും പൈസ കൊടുക്കണ്ട. പിന്നെ മോൻ ചെറുതായതുകൊണ്ട് അവനും കൊടുക്കണ്ടായിരുന്നു. അങ്ങനത്തെ ബസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് കേട്ടോ. എന്നിട്ട് ഞങ്ങളത് ബീച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മറീന ബീച്ചിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. അതിങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് കുറേ പേർക്ക് അറിയുന്നത് പോലെ തന്നെ DJ ദിനകരൻ അവരുടെ പ്രെയർ ടവറാണ്. ജീസസ് കോൾസ് പ്രെയർ ടവർ. കുഞ്ഞിൻ്റെ ഇതിൻ്റെ വീഡിയോ ഒക്കെ TV കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ആ കണ്ട അണ്ടർപാസ് വഴി കയറിയാണ് നമ്മൾ, അണ്ടർപാസ് വഴി ഇറങ്ങിയാണ് റോഡിനടിയിലൂടെ ഇങ്ങനെ ടണൽ വഴി കയറി ഇപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അങ്ങനെ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നു, അതിൽ കയറിയാണ് ഞങ്ങൾ താമ്പരം വരെ പോകുമായിരുന്നത്. ഇത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനാണ്. ഇവിടെ ഏതാണ്ട് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ട്രെയിൻ, വലിയ ട്രെയിനുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല, ഇവിടെ പണി നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വരുന്ന ട്രെയിനെല്ലാം താമ്പരം വരെ വരാറുള്ളൂ. അതും തിരിച്ചും അതുപോലെ പോകാനായിട്ട് താമ്പരത്ത് നിന്ന് തന്നെയാണ് ട്രെയിൻ. അപ്പോൾ നമ്മളിപ്പം താമ്പരത്തല്ല ഇറങ്ങിയത്, മാമ്പഴത്താണ് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി നഗറിലേക്ക് വരാനാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണാനായിട്ടും ഇൻകേസ് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ശരിക്കും വാങ്ങാനൊന്നുമല്ല, കാണാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സ്, അതായത് മമ്മിക്ക് 3-4 നൈറ്റിയും എനിക്ക് 1-2 ടോപ്പും ഒക്കെ എടുത്തായിരുന്നു. ടോപ്പ് മീൻസ് ഈ സ്കേർട്ടിൻ്റെ കൂടെ ഇടുന്നത് പഴയൊരു മോഡൽ ടൈപ്പാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും എടുത്തു. പിന്നെ ഇവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു, അത് വാങ്ങി കുടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രസ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മോഡൽ ടീഷർട്ട് പോലത്തെ ആ ഒരു ഓറഞ്ച് കളറിലെ ആ ഒരു ടൈപ്പാണ് ഞങ്ങൾ വാങ്ങിയത്. അതിനിടയിൽ ഇവൻ ഇവിടെ ഈ പണി ഒപ്പിക്കുകയാണ്. ഇവിടെ മറ്റേ ഡ്രസ്സൊക്കെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നില്ലേ, ആ ഒരു സംഭവം എടുത്ത് വെച്ച് കളിക്കുകയാണ്. അങ്ങനെ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു കീച്ചെയിൻ കണ്ടിട്ട് നോക്കിയതാണ്. ഞാനിവിടെ നാട്ടിലിത് ഒരെണ്ണം 10 രൂപയ്ക്ക് വാങ്ങിയ കീച്ചെയിൻ, അവിടെ ഒരെണ്ണം 30 രൂപയായിരുന്നു. ഞാൻ വാങ്ങിയൊന്നുമില്ല, അവർ പറഞ്ഞു ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വാങ്ങാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ മാമ്പഴത്ത് നിന്ന് ട്രെയിൻ കയറി താമ്പരം വരെ പോകണം. താമ്പരത്തു നിന്നാണ് നമുക്ക് അടുത്ത വീട്ടിലേക്ക് വരേണ്ട ട്രെയിൻ കയറേണ്ടത്.
പിന്നെ അവിടെ നിന്ന് ഒരു സ്വീറ്റ് കോൺ വാങ്ങി. 50 രൂപയാണെന്ന് തോന്നുന്നു, 50 ആണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചേക്കും കേട്ടോ. ഇവിടെ നിന്ന് മാതളം വാങ്ങിയിരുന്നു, പക്ഷേ ഇവിടെ തൂക്കത്തിൽ എന്തോ കള്ളത്തരം ഉണ്ട്. അത് വീട്ടിൽ വന്നപ്പോഴാണ് മമ്മി പറഞ്ഞത്. അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എന്നോട് വെച്ച് തോന്നിയിട്ടും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളിത് അവനോട് ബൈ പറയാണ്. അവൻ ഇവിടെ നിന്ന് പോകണം. പക്ഷേ ബൈ പറയാൻ നേരത്തിന് എന്തോ ഒരു വിഷമം, എന്നാലും ബൈയൊക്കെ പറഞ്ഞു. അവൻ ഹോസ്റ്റലിലേക്ക് പോയി. ഞങ്ങളിത് ട്രെയിൻ കയറാനിട്ട് ട്രെയിനിൽ കയറി താമ്പരത്ത് ഇറങ്ങിയിട്ട് ഉള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ട ട്രെയിനാണ്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് AC-യിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. 3 ടയർ AC ആണ് കേട്ടോ. 3 ടയർ ആണെങ്കിലും ഒരു സന്തോഷം ആദ്യമായിട്ട് കയറിയപ്പോൾ. അങ്ങനെ ഞങ്ങളിത് AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി. മോൻ്റെ ചിരി ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചപ്പാത്തി വാങ്ങിയിരുന്നു. 2 പേർക്ക് ചപ്പാത്തി അല്ല, ഒരു ചപ്പാത്തി, ഒരു പാക്കറ്റ് ചപ്പാത്തി, പിന്നെ ഒരു പാക്കറ്റിൽ പൊറോട്ട, പിന്നെ ഒരു പാക്കറ്റ് ഇഡ്ഡലി അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു, വീട്ടിലേക്ക് പോവുകയാണ്. എന്നാലും AC കമ്പാർട്ട്മെൻറ്റിലെ യാത്ര അടിപൊളിയായിരുന്നു, ഭയങ്കര സൈലൻറ്റും അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ സാധാരണ കമ്പാർട്ട്മെൻറ്റ് പോലെ ട്രെയിനിൻ്റെ സൗണ്ടൊന്നും അകത്ത് കേൾക്കത്തില്ല. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തലേണയും ഷീറ്റും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ മുകളിൽ കമ്പാർട്ട്മെൻറ്റിൽ മുകളിലില്ല, ഞങ്ങൾ മിഡിലാണ് കിടന്നത്. അവിടുത്തെ മോനെ കിടത്തി. പിന്നെ ഇത് വെളുപ്പിന് എപ്പോഴോ എണ്ണീറ്റപ്പോൾ കണ്ട ഒരു വ്യൂ ആയിരുന്നു ഇത്. അത് കഴിഞ്ഞ് ഇപ്പോഴേ രാവിലെ ആയി. ഇതേതാ സ്ഥലമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ രാവിലെയായി നോക്കിയപ്പോഴത്തേക്കും നിറച്ച് കാറ്റാടിപ്പാടങ്ങളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇത് AC ആയതുകൊണ്ട് തന്നെ ഗ്ലാസ്സൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിൻ്റെ അകത്തൂടി എടുത്ത വീഡിയോ ആണ്. ഗ്ലാസ്സിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് കാണുമ്പോഴറിയാൻ പറ്റും. ഇത് എൻ്റെ പപ്പയായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതാണ് കാണുന്നത്. ആ സമയം പപ്പ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അവൻ സംസാരിച്ച് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ പുറത്ത് അടിപൊളി നല്ല വ്യൂ ഉണ്ടായിരുന്നു, അതും വീഡിയോ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെയ്യാറ്റിൻകര എത്തുമ്പോഴേക്കും അവിടെ നിന്ന് കാറിലാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. കാറിനകത്ത് മോനുള്ള യൂണിഫോമും ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം അവന് എക്സാം ഉണ്ട് ഈ ദിവസം, ഉച്ചവരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവനെ കാറിലെടുത്ത് റെഡിയാക്കി കൊണ്ട് വിടുകയായിരുന്നു അന്ന് ചെയ്തത് കേട്ടോ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇതിൽ വന്നപ്പോൾ തന്നെ വാങ്ങി, അതായത് ട്രെയിനിനകത്ത് വന്നപ്പോൾ തന്നെ വാങ്ങി. ഞാൻ ഇവിടുത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലേ, അതിൻ്റെ പേരെന്താ മറന്നുപോയി കേട്ടോ, ഉപ്പുമാവ് പോലിരിക്കുന്ന സംഭവം, അത് 2 വാങ്ങി. പിന്നെ ബ്രെഡ് ഓംലെറ്റ് 1 വാങ്ങി. പിന്നെ ഒരു ഇഡ്ഡലിയുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പേര് മറന്നുപോയ സാധനം പൊങ്കലായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പുമാവ് പോലെയാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ വെച്ച് മോന് ഫുഡൊക്കെ കൊടുത്തു. അവൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. പൊങ്കലും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് സ്ഥലം എത്തി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളതേ വീടോട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. പപ്പതേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ പപ്പ. അപ്പം ഞങ്ങളത് ബാഗൊക്കെ പാക്ക് ചെയ്ത് അടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി ഇരിക്കുകയാണ്. മോനിതേ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, അതും വേണമെന്ന് പറഞ്ഞു, അതും അവന് ഷെയർ ചെയ്തു. എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ കഴിച്ചത്, എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിജയകരമായിട്ട് സർപ്രൈസും, പിന്നെ സർപ്രൈസിനേക്കാളും അധികം സന്തോഷവും ഉണ്ടായി. പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായി ഈ യാത്ര. അങ്ങനെ ചെന്നൈ യാത്ര അടിപൊളി മനോഹരമായി ഞങ്ങൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. കാര്യം മോനെ അടുത്ത് സ്കൂളിൽ വിടണം എന്നുള്ളൊരു ചിന്തയോടെയായിരുന്നു പോയത്. അങ്ങനെ നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ നാടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.